ഇപ്പോൾ IMD ഡയറക്ടർ നീത കെ ഗോപാൽ ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. നമസ്കാരം മാം. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ മഴ തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത്? ഇനി എത്ര ദിവസം ഇത്തരത്തിലുള്ള ഒരു മഴ മുന്നറിയിപ്പുകൾ ഉണ്ടാകും? നമ്മൾ കാലവർഷത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ ഇനിയും കൂടെയുള്ള ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പ് ഉണ്ടാകും. നമുക്ക് കാലവർഷം ഒഫീഷ്യലി എത്തിയില്ല, കാലവർഷത്തിന്റെ എല്ലാ കാറ്റഗറിയും അല്ലെങ്കിൽ എല്ലാ ക്രൈറ്റീരിയയും ആയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഈ പടിഞ്ഞാറൻ കാറ്റിന്റെ ഒരു സ്വാധീനം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മഴ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അപ്പം മൺസൂൺ വന്നില്ലെങ്കിലും മൺസൂണിന് മുന്നോടിയായിട്ട് പടിഞ്ഞാറൻ കാറ്റിൽ താഴെ തട്ടിൽ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴ്ന്ന തട്ടുകളിൽ പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനം നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കേരളത്തിൽ വ്യാപകമായിട്ട് മഴ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാഹചര്യമുണ്ട്. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഒരു അന്തരീക്ഷ ചുഴി ഒരു അന്തരീക്ഷത്തിലൊരു ഏകദേശം 3 കിലോമീറ്റർ ഉയരത്തിൽ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അറബിക്കടലിലൊരു അന്തരീക്ഷ ചുഴി നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു ന്യൂനമർദ്ദ പാത്തിയുമുണ്ട്. ഇത് പൊതുവെ നമുക്ക് കേരളത്തിൽ മഴ കൂടുതൽ കിട്ടാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇങ്ങനെ ഒരു ഹൃദയസിസ്റ്റം ഉണ്ടാവുന്നത്. ഇന്നിപ്പോൾ ചില ജില്ലകളിലൊക്കെ അലർട്ടുകളുണ്ട്. ഇത്തരത്തിലുള്ള അലർട്ടുകൾ എത്ര ദിവസം കൂടി ഉണ്ടാകും? ഇനിയുള്ള 7 ദിവസങ്ങളിൽ നമ്മൾ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. മഴക്കാലം തുടങ്ങുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് തുടക്കത്തിൽ കുറച്ച് ശക്തമായ മഴയ്ക്കുള്ള ഒരു സാഹചര്യം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഈ അലേർട്ട് ഇപ്പോൾ നിലവിൽ വരുന്ന 7 ദിവസത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാഹചര്യം മാറുന്നതിനനുസരിച്ചിട്ട് പുതുക്കിയ അലേർട്ടുകൾ ഉണ്ടാവും. മലയോര മേഖലയിലൊക്കെ പ്രത്യേകം എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ടോ? ഇനി വരുന്ന മഴയിൽ നമ്മൾക്ക് മലയോര മേഖലകളിൽ മഴ കൂടുതൽ കിട്ടാനുള്ള ഒരു ഇന്നിപ്പോ ഉള്ള വരുന്ന കുറച്ച് ദിവസങ്ങളിലേക്ക് കൂടുതലും നമ്മുടെ തീരപ്രദേശത്തേക്കും കൂടി മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. തീരപ്രദേശങ്ങളിൽ കൂടിയാണ് ഈ വാണിംഗ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ മഴക്കാലത്ത് നമ്മുടെ കാലവർഷക്കാലത്ത് പൊതുവെ ഈ പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനത്തിൽ വരുന്ന മഴയാകുമ്പോൾ അത് കൂടുതലും നമ്മുടെ മലയോര മേഖലകളിലേക്കായിരിക്കും മഴ കൂടുതലുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് മലയോര മേഖലകളിൽ ഇപ്പോൾ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ സ്ഥിരമായിട്ട് മഴ പെയ്തു തുടങ്ങുമ്പോൾ മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പോലും മഴക്കാലത്തിന്റെ തുടക്കം മാത്രമായതുകൊണ്ട് ഇപ്പോ ആ ഒരു അതിശക്തമായ മഴയ്ക്കെന്നുള്ളൊരു സാഹചര്യം നിലവിൽ കാണുന്നില്ല. എന്നിരുന്നാലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ യെല്ലോ അലേർട്ടിന് തക്കതായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ മുന്നറിയിപ്പിന്റെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മഴയിൽ പ്രത്യേകമായിട്ടും കാറ്റ്, അതുപോലെ തന്നെ ഇടിമിന്നൽ, അതിനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ടോ? ഉണ്ട്. നമ്മൾക്ക് ഇപ്പോഴും ഇടിമിന്നലിനും കാറ്റിനുമുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. ഒരു കാലവർഷം ഒരു സ്ഥിരമായി ഒരു നോർമൽ ഒരു സിറ്റുവേഷനിൽ എത്തുന്നത് വരയ്ക്കും നമുക്ക് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും കാറ്റിനുള്ള ജാഗ്രതാ നിർദ്ദേശവും പോകുന്നുണ്ട്. അതിനുള്ള സാധ്യത എല്ലാ ജില്ലകളിലും ഉണ്ട്. നമ്മൾ ഈ യെല്ലോ അലേർട്ട് കൊടുത്ത ജില്ലകളിൽ മാത്രമല്ല, അല്ലാത്ത ജില്ലകളിലും പെയ്യുന്ന മഴ എന്ന് പറയുന്നത് ശക്തമായ കാറ്റിനോടും ഇടിമിന്നലിനോടും ഒപ്പമുള്ള മഴയായിരിക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവുക. ആലപ്പുഴയിലൊക്കെ രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയുണ്ട്. അപ്പൊ അവിടെ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ടല്ലേ? ആലപ്പുഴയിൽ ഇപ്പോൾ രാവിലെ പെയ്ത മഴ ഇപ്പൊ ഒന്ന് കുറച്ച് വിട്ടു നിൽക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു മേഘങ്ങൾ മുഴുവനും അറബിക്കടലിന് മുകളിലേക്ക് മാറിയിട്ടുണ്ട്. അറബിക്കടലിലേക്ക് മാത്രമായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ വൈകുന്നേരത്തോടു കൂടി വീണ്ടും മഴ ശക്തിപ്പെടാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. ശരി, വളരെ നന്ദി മാം പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.